ഗുഡ് മോർണിംഗ്. +2 മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ വളരെ അപ്ലിക്കേഷൻസ് ഉള്ള ഒരു ചാപ്റ്ററിലേക്കാണ് കടക്കുന്നത്. ഇൻ്റഗ്രേഷൻ. ദിസ് ഈസ് പാർട്ട് 1. ഇൻ്റഗ്രേഷൻ ഈസ് ഇൻവേഴ്സ് പ്രോസസ് ഓഫ് ഡിഫറൻസിയേഷൻ. ഡിഫറൻസിയേഷൻ ചാപ്റ്ററിൽ നമ്മൾ ഒരുപാട് പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നേരെ തിരിച്ചു പോകുന്ന പ്രോസസ്സാണ് ഇൻ്റഗ്രേഷൻ. Differentiation is the process of finding derivative of a function. Integration is the process of finding the antiderivative of a function. അങ്ങനെ antiderivative കണ്ടുപിടിക്കുന്നത് നമുക്കിപ്പോൾ നോക്കാം. Consider the function f of x equal to x square. Derivative of x square is 2x. Antiderivative of 2x is x square. എഫ് ഓഫ് എക്സ് എന്ന് എഫ് ഡാഷ് ഓഫ് എക്സിലേക്ക് പോകുന്ന പ്രോസസ്സാണ് ഡിഫറൻസിയേഷൻ. എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് എഫ് ഓഫ് എക്സിലേക്ക് പോകുന്ന പ്രോസസ്സാണ് ഇൻറ്റഗ്രേഷൻ. 2x എന്ന് എക്സ് സ്ക്വയറിലേക്ക് പോകും. ഇൻറ്റഗ്രൽ ഓഫ് 2x is equal to x square. Antiderivative of 2x is x square. f of x is the antiderivative of f dash of x. f dash of x നമ്മൾ f of xലേക്കാണ് ഇൻറ്റഗ്രേഷൻ ചെയ്തു പോകുന്നത്. Integration is also called anti-differentiation. f of x equal to x square, then f dash of x is 2x. If f of x is equal to x square plus 1, then also f dash of x is 2x. Derivative of constant is 0. Now, if f of x is x square plus 9, then f dash of x is 2x. Derivative of 9 is 0. So, in general, if f of x is x square plus c, f dash of x is equal to 2x. സോ ഇൻറ്റഗ്രൽ ഓഫ് 2x is equal to x square plus c. നമ്മൾ ഈ ഇക്വേഷനാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇൻറ്റഗ്രൽ ഓഫ് 2x എക്സ് സ്ക്വയർ കിട്ടും. ഇവിടെ ഈ ഫംഗ്ഷനാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇൻറ്റഗ്രൽ ഓഫ് 2x എക്സ് സ്ക്വയർ പ്ലസ് 1 കിട്ടും. ഈ ഇക്വേഷനാണ് നമ്മൾ എടുക്കുന്നതെങ്കിലോ ഇൻറ്റഗ്രൽ ഓഫ് 2x is equal to x square plus 9. സോ ഇൻ ജനറൽ ഇൻറ്റഗ്രൽ ഓഫ് 2x is equal to x square plus c. And this c is called constant of integration. So antiderivative of 2x is x square plus c. Integral of 2x is x square plus c, and this c is called constant of integration. Integration. Let derivative of capital F of x plus c is equal to f of x. Then integral of f of x dx is equal to capital F of x plus c. Now this is notation of integration. This is symbol for integration. എസ്സിനെ സ്ട്രെച്ച് ചെയ്ത് വെച്ച പോലെയാണ് ഇരിക്കുന്നത്. ലാറ്റിൻ ലെറ്റർ ആണ്. ലോങ് സം എസ്സിനെ സ്ട്രെച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഈ നൊട്ടേഷൻ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. എഫ് ഓഫ് എക്സ് ഇസ് നോൺ ആസ് ഇൻറ്റഗ്രൻറ്റ്. ദിസ് എഫ് ഓഫ് എക്സ് ഇസ് നോൺ ആസ് ഇൻറ്റഗ്രൻറ്റ്. ഡി ഓഫ് എക്സ് ഇൻഡിക്കേറ്റ്സ് ഇൻറ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഡി ഓഫ് എക്സ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇൻറ്റഗ്രേഷൻ ഈസ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇപ്പോൾ ഇവിടെ ഡി ഓഫ് ടി ആണെങ്കിൽ ഇൻറ്റഗ്രേഷൻ ഈസ് വിത്ത് റെസ്പെക്ട് ടു ടി. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഈസ് ഇൻഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ്. ഇൻറ്റഗ്രേഷൻ രണ്ട് ടൈപ്പ് ഇൻറ്റഗ്രേഷൻ ഉണ്ട്. ഇൻഡെഫിനിറ്റ് ആൻഡ് ഡെഫിനിറ്റ് ഇൻറ്റഗ്രേഷൻ. ഇവിടെ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കൊടുത്തിട്ട് നമ്മൾ ഇൻറ്റഗ്രേഷൻ്റെ ഒരു ഡെഫിനിറ്റ് വാല്യൂ കണ്ടുപിടിക്കും. അത് നമ്മൾ പിന്നീടാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഇൻഡെഫിനിറ്റ് ഇൻറ്റഗ്രൽസ് എല്ലാം പഠിക്കും. അതിനുശേഷമാണ് ഡെഫിനിറ്റ് ഇൻറ്റഗ്രലിലേക്ക് പോകുന്നത്. ഇപ്പോൾ ഇൻഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ഫംഗ്ഷനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. അതിനുശേഷം മാത്രമേ നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ നമ്മൾ ഇൻഡെഫിനിറ്റ് ഇൻറ്റഗ്രലിൽ വരുന്ന ഫോർമുലാസ് ഒക്കെ നന്നായിട്ട് പഠിക്കണം. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. അതൊക്കെ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഡെഫിനിറ്റ് ഇൻറ്റഗ്രലിൽ നമുക്ക് നന്നായിട്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും. സി ഈസ് നോൺ ആസ് കോൺസ്റ്റന്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് നമ്മൾ ഇൻറ്റഗ്രേഷൻ കണ്ടുപിടിക്കുന്നത്. ഡെറിവേറ്റീവ്സിൻ്റെ ഇക്വേഷൻസ് എല്ലാം നമുക്ക് നന്നായിട്ട് അറിയാമെങ്കിൽ ഇൻറ്റഗ്രേഷൻ വളരെ എളുപ്പത്തിൽ ചെയ്യാം. ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എഫ് ഓഫ് എക്സ് എന്നറിയാമെങ്കിൽ എഫ് ഓഫ് എക്സിൻ്റെ ഇൻറ്റഗ്രൽ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് പ്ലസ് സി ആയിരിക്കും. നമുക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരും. ഇപ്പോൾ ഡെറിവേറ്റീവ്സിൻ്റെ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഇൻറ്റഗ്രേഷൻ നമുക്ക് വളരെ വളരെ ഈസിയാണ്. നമുക്ക് ആദ്യം ഇൻറ്റഗ്രേഷൻ്റെ ഫോർമുലാസ് ഒക്കെ ഡിറൈവ് ചെയ്ത് വെക്കാം. ആ ഫോർമുലാസ് ഒക്കെ നന്നായിട്ട് പഠിച്ച് വന്നു കഴിഞ്ഞാൽ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇൻറ്റഗ്രേഷൻ ചോദ്യം കാണുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ആൻസർ വരും. ഇപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്താ 1 ആണ്. ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഇസ് 1. സോ ഇൻറ്റഗ്രൽ ഓഫ് 1 dx is equal to x.
ഇന്റഗ്രൽ ഓഫ് 1 dx is equal to x plus c. എല്ലാ പ്രോബ്ലം ചെയ്യുമ്പോഴും ഒരു പ്ലസ് സി നമ്മൾ അവിടെ ആഡ് ചെയ്യണം. കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ അവിടെ ആഡ് ചെയ്യണം. ഡെറിവേറ്റീവ് ഓഫ് എക്സ് റേസ് ടു എൻ ഇസ് എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1. ഇതിൽ നിന്ന് നമുക്ക് ഇന്റഗ്രൽ ഓഫ് എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1 ഈക്വൽ ടു എക്സ് റേസ് ടു എൻ എന്ന് കിട്ടും. പക്ഷെ ആ ഫോമുല നമുക്ക് ഓർത്ത് വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. ഇതിനെ നമ്മൾ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് ഓർത്ത് വെക്കാൻ എളുപ്പത്തിലുള്ള ഒരു ഫോമിലേക്ക് കൊണ്ടുവരാം. അതിന് നമ്മൾ ചെയ്യുന്നത് ഡെറിവേറ്റീവ് ഓഫ് എക്സ് റേസ് ടു എൻ പ്ലസ് 1. വാട്ട് ഇസ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് റേസ് ടു എൻ പ്ലസ് 1? എൻ പ്ലസ് 1 ഇൻറ്റു എക്സ് റേസ് ടു എൻ. എക്സിന്റെ പവർ ഒന്ന് കുറയും, ഈ പവർ ഇവിടെ കോൺസ്റ്റന്റ് മുമ്പിലോട്ട് വരും. എക്സ് റേസ് ടു എൻ, ഡെറിവേറ്റീവ് ഓഫ് എക്സ് റേസ് ടു എൻ ഇസ് എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1. ഈ പവർ ഇങ്ങോട്ടേക്ക് വരും, എക്സിന്റെ പവർ ഒന്ന് വെച്ച് കുറയും. അപ്പോൾ എക്സ് റേസ് ടു എൻ പ്ലസ് 1 ആണെങ്കിൽ എൻ പ്ലസ് 1 ആദ്യം എഴുതണം, എക്സിന്റെ പവർ ഒന്ന് കുറക്കണം, അപ്പോൾ എക്സ് റേസ് ടു എൻ എന്ന് വരും. Now dividing both sides by n plus 1, we get derivative of x raised to n plus 1 divided by n plus 1 equal to x raised to n. Okay, derivative of x raised to n plus 1 divided by n plus 1 is equal to x raised to n. So what is integral of x raised to n? Integral of x raised to n is x raised to n plus 1 divided by n plus 1 plus c. ഇതാണ് നമ്മുടെ ഫോർമുല. Integral of x raised to n dx is equal to x raised to n plus 1 divided by n plus 1 plus c. Okay, what is derivative of x square? Derivative of x square is x cube by 3 plus c. ഇവിടെ ഇരിക്കുന്ന നമ്പറിനേക്കാളും പവർ ഒന്ന് കൂടും. ഇവിടെ പവർ n ആണെങ്കിൽ നമ്മുടെ ആൻസറിൽ പവർ എന്താകും? n plus 1 ആകും. ആ നമ്പർ കൊണ്ട് ഇവിടെ ഡിവൈഡ് ചെയ്യണം. ഇന്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ ഇസ് എക്സ് ക്യൂബ് ബൈ 3. ഇന്റഗ്രൽ ഓഫ് എക്സ് ക്യൂബ് ഇസ് എക്സ് റേസ് ടു 4 by 4. ഇന്റഗ്രൽ ഓഫ് എക്സ് റേസ് ടു 5 ഇസ് എക്സ് റേസ് ടു 6 by 6. പിന്നെ ഒരു പ്ലസ് സിയും കൂടി അവിടെ ആഡ് ചെയ്യാം. Integral of x square is x cube by 3 plus c. Integral of x raised to 10 is, what is integral of x raised to 10? X raised to 11 by 11 plus c. Okay, ഈ ടൈപ്പ് ഒന്ന് മനസ്സിൽ 2-3 ചെയ്ത് പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോർമുല അന്നേരം തന്നെ ബൈ ഹാർട്ടായിട്ട് വരും അല്ലേ. Integral of x raised to n dx is equal to x raised to n plus 1 divided by n plus 1 plus c. Now we know that derivative of sin x is cos x. So what is integral of cos x? Integral of cos x is sin x. Integral of cos x dx is equal to sin x plus c. Derivative of cos x is minus sin x. ഈ മൈനസ് കൊണ്ട് രണ്ട് സൈഡും മൾട്ടിപ്ലൈ ചെയ്യണം. Derivative of minus cos x is sin x. So integral of sin x is equal to minus cos x. Integral of sin x dx is equal to minus cos x plus c. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണേ, ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് കോസ് എക്സ് ആണ്, ഇന്റഗ്രൽ ഓഫ് സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ആണ്. ഓക്കെ, അത് മനസ്സിൽ വെച്ചാൽ നമുക്ക് ഇവിടെ വരുന്ന ഇക്വേഷൻസ് ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് എഴുതാൻ പറ്റും. ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് കോസ് എക്സ്, ഇന്റഗ്രൽ ഓഫ് സൈൻ എക്സ് മൈനസ് കോസ് എക്സ് പ്ലസ് സി. അടുത്തത്, സോ വാട്ട് ഈസ് ഇന്റഗ്രൽ ഓഫ് സീക് സ്ക്വയർ എക്സ് tan x plus c. Integral of sec square x dx is equal to tan x plus c. Derivative of sec x is sec x into tan x. So integral of sec x tan x is equal to sec x. Okay, integral of sec x tan x dx is equal to sec x plus c. Derivative of cosec x is minus cosec x into cot x. Multiplying both sides by minus 1, we get derivative of minus cosec x is equal to cosec x into cot x. So what is integral of cosec x into cot x? Integral of cosec x into cot x is minus cosec x plus c. Now derivative of cot x is minus cosec square x. Derivative of minus cot x is cosec square x. So integral of cosec square x is equal to minus cot x plus c. ഇപ്പോൾ പഠിച്ച ഇക്വേഷൻസ് എല്ലാം, ഇനിയും കൂടുതൽ ഇക്വേഷൻസ് ഉണ്ട്, അതൊക്കെ നമ്മളൊരു ടേബിൾ ഫോമിലേക്ക് എഴുതാം. ആ ടേബിൾ നന്നായിട്ട് പഠിച്ച് വെച്ചേക്കണം. ഇക്വേഷൻസ് എപ്പോൾ ചോദിച്ചാലും നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരണം. ഓക്കെ, നിങ്ങളുടെ പേര് ചോദിച്ചാൽ നിങ്ങൾ ആലോചിക്കാണ്ട് പെട്ടെന്ന് ആൻസർ പറയൂലേ, അതുപോലെ തന്നെ ഈ ഇക്വേഷൻസ് നിങ്ങൾ പെട്ടെന്ന് ആൻസർ പറയണം. ഈ ഇക്വേഷൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടണം. അങ്ങനെ പെട്ടെന്ന് കിട്ടിയാൽ നിങ്ങൾക്ക് ഏത് പ്രോബ്ലം വന്നാലും വളരെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റും. Derivative of x is 1. Integral of 1 dx is x plus c. Derivative of x raised to n plus 1 divided by n plus 1 is equal to x raised to n. Integral of x raised to n dx is equal to x raised to n plus 1 divided by n plus 1 plus c. പവർ ഒന്ന് കൂടും, ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അങ്ങനെ ഓർത്ത് വെച്ചേക്കണം. Integral of x raised to n
ആൻസർ വരുമ്പോൾ എന്താ വരുന്നത്? എക്സിൻ്റെ പവർ 1 കൂടണം, ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, n is not equal to -1. When n is equal to -1, denominator is 0, which is not defined. So here n is not equal to -1. Derivative of sin x is cos x. Integral of cos x dx is sin x plus c. Derivative of minus cos x is sin x. Integral of sin x is minus cos x plus c. Derivative of tan x is sec square x. Integral of sec square x dx is tan x plus c. Derivative of minus cot x is cosec square x. Integral of cosec square x dx is minus cot x plus c. Derivative of sec x is sec x into tan x. Integral of sec x tan x dx is sec x plus c. Important ആണ്, പഠിച്ചു വെച്ചേക്കണം നന്നായിട്ട്. Derivative of minus cosec x is cosec x into cot x. Integral of cosec x into cot x dx is minus cosec x plus c. Now inverse trigonometric functions ന്റെ derivatives നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെ integrals എങ്ങനെ വരുന്നത് നോക്കാം. Derivative of sin inverse x is 1 by root of 1 minus x square. So integral of 1 by root of 1 minus x square dx is sin inverse x plus c. Derivative of minus cos inverse x equal to 1 by root of 1 minus x square. So integral of 1 by root of 1 minus x square dx is equal to minus cos inverse x plus c. രണ്ടും സെയിം ഇൻറ്റഗ്രൽ ആണ്. നമുക്ക് ഒന്നെങ്കിൽ സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി എന്ന് എഴുതാം, അല്ലെങ്കിൽ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് പ്ലസ് സി എന്ന് എഴുതാം. Now derivative of tan inverse x is 1 by 1 plus x square. So integral of 1 by 1 plus x square dx is equal to tan inverse x plus c. Derivative of minus cot inverse x is 1 by 1 plus x square. So integral of 1 by 1 plus x square dx is equal to minus cot inverse x plus c. രണ്ടും സെയിം ഇൻറ്റഗ്രൽ ആണ്. ഒന്നെങ്കിൽ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി എന്ന് എഴുതാം, അല്ലെങ്കിൽ ആൻസർ മൈനസ് കോട്ട് ഇൻവേഴ്സ് എക്സ് പ്ലസ് സി എന്ന് എഴുതാം. ഇൻറ്റഗ്രൽ ഓഫ് 1 by 1 plus x square dx is tan inverse x plus c. Derivative of sec inverse x is 1 by x into root of x square minus 1. So integral of 1 by x into root of x square minus 1 dx is sec inverse x plus c. Derivative of minus cosec inverse x is equal to 1 by x into root of x square minus 1. So integral of 1 by x into root of x square minus 1 dx is equal to minus cosec inverse x plus c. സെയിം ഇൻറ്റഗ്രൽ ആണ്. ഇപ്പോൾ ആൻസർ സീക്ക് ഇൻവേഴ്സ് എക്സ് പ്ലസ് സി എന്ന് എഴുതാം, അല്ലെങ്കിൽ മൈനസ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് പ്ലസ് സി എന്ന് എഴുതാം. Now what is derivative of e raised to x? Derivative of e raised to x is e raised to x. So integral of e raised to x dx is equal to e raised to x plus c. We know that derivative of a raised to x is equal to a raised to x into log a. So derivative of a raised to x divided by log a is equal to a raised to x. So integral of a raised to x is equal to a raised to x divided by log a plus c. What is the integral of 2 raised to x? Integral of 2 raised to x is 2 raised to x divided by log 2 plus c. Integral of 5 raised to x is 5 raised to x divided by log 5 plus c. Derivative of log x is 1 by x. So integral of 1 by x dx is equal to log x plus c. അതായത് എക്സ് റൈസ് ടു എന്നിൽ n ഈക്വൽ ടു -1 ആകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 1 by x ആണ്. ഇപ്പോൾ ഇൻറ്റഗ്രൽ ഓഫ് 1 by x dx is log x plus c. അപ്പോൾ ഇതിന് നമ്മൾ സെപ്പറേറ്റ് ഇക്വേഷനാണ് പഠിക്കുന്നത്. ഇൻറ്റഗ്രൽ ഓഫ് എക്സ് റൈസ് ടു n dx is എക്സ് റൈസ് ടു n plus 1 ഡിവൈഡ് ബൈ n plus 1 plus c, where n not equal to -1. n equal to -1 വരുമ്പോൾ 1 by x ആണ് വരുന്നത്. 1 by xന്റെ ഇൻറ്റഗ്രൽ log x plus c ആണ്. ഇനി നമ്മൾ രണ്ട് തിയറമാണ് ഇവിടെ പഠിക്കുന്നത്. We know that derivative of f of x plus g of x is equal to derivative of f of x plus derivative of g of x. Similarly, integral of f of x plus g of x dx is equal to integral f of x dx plus integral g of x dx. And next theorem is derivative of k into f of x is k into derivative of f of x. Similarly, integral of k into f of x dx is equal to k into integral f of x dx. കോൺസ്റ്റന്റ് kനെ ഇൻറ്റഗ്രലിൻ്റെ പുറത്ത് വെച്ചിട്ട് ഫംഗ്ഷൻ്റെ ഇൻറ്റഗ്രേഷൻ മാത്രം ചെയ്താൽ മതി. അതുപോലെ തന്നെ സം ഓഫ് ഫങ്ഷൻസ് ഉണ്ട്, അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? സം ഓഫ് ഇൻറ്റഗ്രൽസ് ആയിട്ട് എഴുതാം. അപ്പോൾ ഇതുവരെ നമ്മൾ ഒരുപാട് ഇക്വേഷൻസ് പഠിച്ചു. ആ ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം.
ഈ വീഡിയോയിൽ ഇപ്പം 10 പ്രോബ്ലംസ് ആണ് ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് വീഡിയോയിൽ എക്സസൈസ് 7.1 വരുന്ന എല്ലാ പ്രോബ്ലംസും ചെയ്യുന്നുണ്ട്. പ്രോബ്ലംസ് എല്ലാം ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. ഇത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത്. ബേസിക് ആയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ഈ പ്രോബ്ലംസ് എല്ലാം നിങ്ങൾ തറോ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് വരുന്ന പ്രോബ്ലംസ് വളരെ ഈസി ആയിട്ട് മാറും. അപ്പം ഇതുപോലെ ഇരിക്കുന്ന സിമ്പിൾ പ്രോബ്ലംസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. പിന്നീട് വരുന്ന പ്രോബ്ലംസ് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നൗ ഫസ്റ്റ് വൺ, ഇൻറ്റഗ്രൽ ഓഫ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഡി എക്സ്. ഇപ്പോൾ ഇവിടെ സം ഓഫ് ടു ഫംഗ്ഷൻസ് ആണ്. അതിനെ നമ്മൾ എങ്ങനെ എഴുതാം? ഇൻറ്റഗ്രൽ ഓഫ് സൈൻ എക്സ് ഡി എക്സ് പ്ലസ് ഇൻറ്റഗ്രൽ ഓഫ് കോസ് എക്സ് ഡി എക്സ് എന്ന് എഴുതാം. Integral of sin x is minus cos x. Integral of cos x is sin x. So, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റഗ്രലിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. ഇൻറ്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ് പ്ലസ് ഇൻറ്റഗ്രൽ കോസ് എക്സ് ഡി എക്സ്. ഇൻറ്റഗ്രൽ ഓഫ് സൈൻ എക്സ് ഇസ് മൈനസ് കോസ് എക്സ്. ഇൻറ്റഗ്രൽ ഓഫ് കോസ് എക്സ് ഇസ് സൈൻ എക്സ് പ്ലസ് സി. കോൺസ്റ്റന്റ് ആഡ് ചെയ്യാൻ മറന്നു പോകരുത്. ഓക്കെ, കോൺസ്റ്റന്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ ഇവിടെ ആഡ് ചെയ്യണം. എല്ലാം ഇൻറ്റഗ്രേഷനൊക്കെ കണ്ടുപിടിച്ച ശേഷം പ്ലസ് സി എന്ന് അവിടെ ചേർക്കണം. Now second one, integral of cos to x. Okay, cos x ന്റെ integral നമുക്കറിയാം. Integral of cos x is sin x. Integral of cos x is sin x plus c നമുക്കറിയാം. പക്ഷെ ഇവിടെ എന്തായിരിക്കുന്നത്? cos 2x ആണ് ഇരിക്കുന്നത്. നമുക്കറിയാം ഡെറിവേറ്റീവ് ഓഫ് sin 2x is cos 2x into ഡെറിവേറ്റീവ് ഓഫ് 2x, that is 2. ചെയിൻ റൂൾ ആണ് അപ്ലൈ ചെയ്തത്. സൈനിന്റെ ഡെറിവേറ്റീവ് കോസ് ആണ്. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. പക്ഷെ ഇവിടെ സൈൻ 2x ആണുള്ളത്. എഫ് ഓഫ് ജി ഓഫ് എക്സ് ഫോമിലാണ്. കോമ്പോസിഷൻ ഓഫ് ടു ഫംഗ്ഷൻസ്. ചെയിൻ റൂൾ അപ്ലൈ ചെയ്യണം. എഫ് ഓഫ് ജി ഓഫ് എക്സ് ഡാഷ് ഇസ് എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ്. സോ സൈൻ 2xന്റെ ഡെറിവേറ്റീവ് വരുന്നത് സൈനിന്റെ ഡെറിവേറ്റീവ് കോസ്. സോ കോസ് 2x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 2x. ഡെറിവേറ്റീവ് ഓഫ് 2x ഇസ് 2. അതുകൊണ്ടാണ് ഇവിടെ ഒരു ഇൻറ്റു 2 ചെയ്യുന്നത്. ജി ഡാഷ് ഓഫ് എക്സ്, ചെയിൻ റൂളിൽ വരുന്ന ജി ഡാഷ് ഓഫ് എക്സിന്റെ വാല്യൂ ആണ് ഈ 2 ഇവിടെ വന്നിരിക്കുന്നത്. സോ 2 ഇൻറ്റു കോസ് 2x ആണ് സൈൻ 2xന്റെ ഡെറിവേറ്റീവ്. ഇപ്പം ഈ 2നെ ഇങ്ങോട്ടേക്ക് എടുക്കണം. അതായത് ഡിവൈഡ് ത്രൂ ഔട്ട് ബൈ 2. ഡെറിവേറ്റീവ് ഓഫ് സൈൻ 2x ബൈ 2 ഇസ് ഈക്വൽ ടു കോസ് 2x. സോ ഇൻറ്റഗ്രൽ ഓഫ് കോസ് 2x ഇസ് സൈൻ 2x ഡിവൈഡഡ് ബൈ 2 പ്ലസ് സി. ഓക്കെ, ഇവിടെ ഒരു 2 വരും. ആ 2നെ ഡിവൈഡ് ചെയ്യാം. ഈക്വേഷനെ ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ 2 വി ഗെറ്റ് സൈൻ 2x ബൈ 2. അപ്പം നമ്മളിവിടെ ഇൻറ്റഗ്രൽ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്താ? സൈൻ 2x ബൈ 2 പ്ലസ് സി. ഇപ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ ഈ 2xന്റെ ഡെറിവേറ്റീവിനെ നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്യും. ഇൻറ്റഗ്രൽ കണ്ടുപിടിക്കുമ്പോൾ ഈ 2xന്റെ ഡെറിവേറ്റീവിനെ നമ്മളിവിടെ ഡിവൈഡ് ചെയ്യും. ഡിഫറൻസിയേഷൻ ആണെങ്കിൽ ഇൻറ്റു 2 വരും. ഇൻറ്റഗ്രേഷൻ ആണെങ്കിൽ ഡിവൈഡഡ് ബൈ 2 വരും. അങ്ങനെ ഓർത്ത് വെച്ചേക്കണം. നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഡെറിവേറ്റീവ് ആണെങ്കിൽ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇൻറ്റഗ്രേഷൻ ആണെങ്കിൽ ആ കോൺസ്റ്റന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ആ കാര്യം ഒന്ന് നന്നായിട്ട് മനസ്സിൽ വെച്ചേക്കുക. നമ്മളെ പ്രോബ്ലംസ് എല്ലാം നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇൻറ്റഗ്രൽ ഓഫ് കോസ് 3x dx is equal to, ഇവിടെ ഒരു dx ചേർത്തേക്കണേ. അവിടെ ഒരു ഡി എക്സ് ചേർത്തേക്കണം. ഇൻറ്റഗ്രൽ ഓഫ് കോസ് 3x dx is equal to സൈൻ 3x ബൈ 3 പ്ലസ് സി. ഇൻറ്റഗ്രൽ ഓഫ് കോസ് 4x dx is equal to സൈൻ 4x ഡിവൈഡഡ് ബൈ 4. 4xന്റെ ഡെറിവേറ്റീവ് 4. ആ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ഇൻറ്റഗ്രൽ ഓഫ് കോസ് എം എക്സ് ഡി എക്സ്? ഇൻറ്റഗ്രൽ ഓഫ് കോസ് എം എക്സ് ഡി എക്സ് ഇസ് സൈൻ എം എക്സ് ബൈ എം പ്ലസ് സി. ഓക്കെ, ഇൻറ്റഗ്രൽ ഓഫ് കോസ് എൻ എക്സ് 3, 4ന് പകരം ഞാനിവിടെ എന്താ എടുത്തിരിക്കുന്നത്? എൻ ആണ്. ഇൻറ്റഗ്രൽ ഓഫ് കോസ് എൻ എക്സ് ഡി എക്സ് ഇസ് സൈൻ എൻ എക്സ് ഡിവൈഡഡ് ബൈ എൻ പ്ലസ് സി. നൗ integral of sin x dx is minus cos x plus c. So what is integral of sin 2x dx? Integral of sin 2x dx is minus cos 2x by 2 plus c. Okay, ഈ 2xന്റെ ഡെറിവേറ്റീവ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സൈനിന്റെ ഇൻറ്റഗ്രൽ മൈനസ് കോസ്. സൈൻ 2xന്റെ ഇൻറ്റഗ്രൽ വരുന്നത് മൈനസ് കോസ് 2x ഡിവൈഡഡ് ബൈ 2 പ്ലസ് സി. ഇൻറ്റഗ്രൽ ഓഫ് സൈൻ 3x dx എന്താ? മൈനസ് കോസ് 3x ബൈ 3 പ്ലസ് സി. ഓക്കെ, 3xന്റെ ഡെറിവേറ്റീവ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം.
So integral of sin mx dx is equal to minus cos mx by m plus c. Now integral of e raised to x dx is e raised to x plus c. What is the integral of e raised to 2x dx? Integral of e raised to 2x dx is e raised to 2x by 2 plus c. ഇപ്പോൾ നിങ്ങൾക്ക് ഐഡിയ മനസ്സിലായല്ലോ, ഇതിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. Now integral of e raised to 3x dx is e raised to 3x by 3 plus c. Integral of e raised to mx dx is e raised to mx by m plus c. mxൻ്റെ ഡെറിവേറ്റീവ് m കൊണ്ട് ഡിവൈഡ് ചെയ്യണം. Now fifth problem, integral 3x square plus 2 e raised to x. നമുക്കിത് ആദ്യം സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ട് ഇൻറ്റഗ്രൽ ആയിട്ട് എഴുതാം. ഇൻറ്റഗ്രൽ ഓഫ് 3x square plus integral of 2 e raised to x. ഇനി നമ്മൾ ആ കോൺസ്റ്റന്റിനെ പുറത്തേക്ക് വെക്കണം. 3 into integral x square dx plus 2 into integral e raised to x dx. What is integral of x square? X cube by 3. Integral of e raised to x is e raised to x. So answer is 3 into x cube by 3 plus 2 into e raised to x plus c. ഇവിടുത്തെ 3 ക്യാൻസൽ ചെയ്യാം. 3 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ x cube plus 2 e raised to x plus c. ഓക്കെ, ഇതാണ് ആൻസർ. Now next one, integral root x plus 1 by root x whole square dx. ഇപ്പോൾ ഇവിടെ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ആ ഫോമിലാണ് ഇരിക്കുന്നത്. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഇസ് എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. അത് അപ്ലൈ ചെയ്തിട്ട് ഇത് നമ്മൾ ആദ്യം സിംപ്ലിഫൈ ചെയ്യണം. സോ വി ഗെറ്റ് എ സ്ക്വയർ ദാറ്റ് ഇസ് റൂട്ട് എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു റൂട്ട് എക്സ് ഇൻറ്റു 1 ബൈ റൂട്ട് എക്സ് പ്ലസ് ബി സ്ക്വയർ ദാറ്റ് ഇസ് 1 ബൈ റൂട്ട് എക്സ് ഹോൾ സ്ക്വയർ ഡി എക്സ്. നൗ റൂട്ട് എക്സ് സ്ക്വയർ ഇസ് എക്സ്. ഇപ്പോൾ ഇവിടെ റൂട്ട് എക്സും ക്യാൻസൽ ചെയ്ത് പോകും. ഇവിടെ റൂട്ട് എക്സ് സ്ക്വയർ എക്സ് എന്ന് കിട്ടും. സെക്കൻഡ് ടേമിൽ റൂട്ട് എക്സ് ക്യാൻസൽ ചെയ്ത് പോയിട്ട് 2 എന്ന് കിട്ടും. 1 by root x whole square is 1 square divided by root x square. 1 square is 1, root x square is x. So 1 by x. So x plus 2 plus 1 by x dx. What is integral of x? X square by 2. Integral of 2 is 2 into integral of 1 dx. That is 2x. Integral of any constant is that constant into x. Because integral of 2 is 2 into integral of 1 dx. Integral of 1 is x. So integral of 2 is 2x. What is integral of 1 by x? Integral of 1 by x is log x. So we get x square by 2 plus 2x plus log x plus c. Now seventh one, integral of x cube minus 1 divided by x square dx. Now divide both terms by x square. ഈ രണ്ട് ടേംസിനെയും എക്സ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എക്സ് ക്യൂബ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ. വാട്ട് ഈസ് എക്സ് ക്യൂബ് ബൈ എക്സ് സ്ക്വയർ? എക്സ് ക്യൂബ് ബൈ എക്സ് സ്ക്വയർ ഇസ് എക്സ്. രണ്ട് എക്സുകൾ ക്യാൻസൽ ചെയ്ത് പോകും. ഇവിടെ ഒരു എക്സ് ബാക്കി ഉണ്ടാകും. സോ എക്സ്. ഇതിനെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇതിൻ്റെ ഇൻറ്റഗ്രൽ കണ്ടുപിടിക്കാൻ ഈ എക്സ് റേസ് ടു 2നെ എക്സ് റേസ് ടു മൈനസ് 2 ആയിട്ട് എഴുതണം. 1 by x square is x raised to minus 2. Okay, so integral x dx minus integral 1 by x square dx. Now this is x raised to minus 2. Now what is integral of x? Integral of x is x square by 2. Integral of x raised to minus 2. Here n is minus 2. Integral of x raised to n is x raised to n plus 1 divided by n plus 1. Integral of x raised to minus 2 is x raised to minus 2 plus 1 divided by minus 2 plus 1. What is minus 2 plus 1? Minus 2 plus 1 is minus 1. So answer is x square by 2 minus x raised to minus 1 divided by minus 1 plus c. Minus minus plus ആയിട്ട് വരും. x raised to minus 1 വരും. What is x raised to minus 1? x raised to minus 1 is 1 by x. So answer is x square by 2 plus 1 by x plus c. Now next problem, integral 1 minus sin x whole divided by cos square x dx. ഈ രണ്ട് ടേംസിനെയും cos square x കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 1 by cos square x minus sin x divided by cos square x. 1 by cos square x is sec square x. Sin x by cos square x is sin x by cos x into 1 by cos x. Sin x by cos x is tan x. 1 by cos x is sec x. Okay, 1 by cos square x. 1 by cos is sec. 1 by cos square x is sec square x. ഇവിടെ cos square x ഉണ്ട്, അതിനെ cos x into cos x എന്ന് എഴുതണം. 1 by cos x നെ sec x ആയിട്ട് എടുക്കണം. sin x by cos x നെ tan x ആയിട്ട് എടുക്കണം.
ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്താൽ മാത്രമേ നമുക്കറിയാവുന്ന സ്റ്റാൻഡേർഡ് ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റൂ. ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോർമുലാസ് ഒന്നുമില്ല. നമ്മൾ നേരത്തെ പഠിച്ച ഫോർമുലാസ് അപ്ലൈ ചെയ്യണമെങ്കിൽ ഇതിനെ ഇതുപോലെ സിംപ്ലിഫൈ ചെയ്തിട്ട് ഈ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൊണ്ടുവരണം. ഇപ്പൊ നമുക്കറിയാം ഇന്റഗ്രൽ ഓഫ് സീക്ക് സ്ക്വയർ എക്സ്. സീക്ക് സ്ക്വയർ എക്സ് ഏതിന്റെ ഡെറിവേറ്റീവാ? ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് ആണ്. അപ്പൊ ഇന്റഗ്രൽ ഓഫ് സീക്ക് സ്ക്വയർ എക്സ് എന്തായിരിക്കും? ടാൻ എക്സ് ആണ്. സീക്ക് എക്സ് ടാൻ എക്സ് സീക്ക് എക്സിന്റെ ഡെറിവേറ്റീവ് ആണ്. സോ ഇന്റഗ്രൽ ഓഫ് സീക്ക് എക്സ് ടാൻ എക്സ് ഇസ് സീക്ക് എക്സ്. സോ ആൻസർ ഇസ് tan x minus sec x plus c. Integral of sec square x is tan x. Integral of sec x tan x is sec x. So tan x minus sec x plus c. Now integral of e raised to log sin x dx. We know that exponential function and logarithmic functions are inverse of each other. E raised to log x is x. So e raised to log sin x is sin x. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനും ലോഗരിതമിക് ഫംഗ്ഷനും പരസ്പരം ഇൻവേഴ്സ് ആണ്. എഫ് കോമ്പോസിറ്റ് ജി, എഫും ജിയും പരസ്പരം ഇൻവേഴ്സ് ആണെങ്കിൽ എഫ് കോമ്പോസിറ്റ് ജി ഓഫ് എക്സ് ഇസ് എക്സ് എന്ന് കിട്ടും. അതുപോലെ തന്നെയാണ് ഇവിടെ ഇ ഓഫ് ലോഗ് സൈൻ എക്സ് ഇസ് സൈൻ എക്സ്. സോ ദിസ് ഇന്റഗ്രൽ ഇസ് ഇന്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ്. ഇന്റഗ്രൽ ഓഫ് സൈൻ എക്സ് ഇസ് മൈനസ് കോസ് എക്സ്. സോ ആൻസർ ഇസ് മൈനസ് കോസ് എക്സ് പ്ലസ് സി. Now next one, integral of sin x plus cos x divided by root of 1 plus sin 2x. Sin 2x എന്താ നമുക്കറിയാം. sin 2x എന്താ? 2 sin x cos x. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ 1ന് പകരം sin സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എടുക്കണം. അപ്പോൾ ഈ റൂട്ട് നമുക്ക് ഇവിടെ കളയണമെങ്കിൽ ഇവിടെ ഒരു ഹോൾ സ്ക്വയർ പോലെ ഇരിക്കുന്ന ഒരു ഫോമിലേക്ക് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ 1നെ sin സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ആയിട്ട് എടുക്കണം. So 1 is equal to cos square x plus sin square x. Sin 2x is equal to 2 sin x cos x. Now this is of the form a square plus 2ab plus b square. That is a plus b whole square. Sin x plus cos x whole square. Cos x plus sin x whole square എന്ന് എഴുതാം. രണ്ടും സെയിം ആണ്. sin x plus cos x whole square. Now root of sin x plus cos x whole square is sin x plus cos x. So integral is numerator sin x plus cos x, denominator is also sin x plus cos x. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. ഇന്റഗ്രൽ 1 dx എന്ന് കിട്ടും. വാട്ട് ഇസ് ഇന്റഗ്രൽ ഓഫ് 1? ഇന്റഗ്രൽ ഓഫ് 1 ഇസ് x plus c. സോ ആൻസർ ഇസ് x plus c. പ്രിയപ്പെട്ട കുട്ടികളെ, ഈ ചാപ്റ്റർ വളരെ ഈസി ആവണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ വരുന്ന ഫോർമുലാസ് ഒക്കെ നന്നായിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ ആ ടേബിളിൽ എഴുതിയിരിക്കുന്ന ഫോർമുലാസ് ഒക്കെ വളരെ നന്നായിട്ട് പഠിച്ചിട്ട് വരണം. പ്രോബ്ലംസ് എല്ലാം പ്രാക്ടീസ് ചെയ്തിട്ട് ഫോർമുലാസ് ഒക്കെ നന്നായിട്ട് പഠിച്ചിട്ട് അടുത്ത ക്ലാസ് അറ്റൻഡ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.